ചിക്കൻ മാഗ്നേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഞാനിവിടെ 2.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള അത്യാവശ്യം കനത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. അരയ്ക്കുന്നതായത് കാരണം നന്നായി ഫൈനായിട്ട് ചോപ്പ് ചെയ്യണമെന്നില്ല. അതുപോലെ ഈ മിക്സിയുടെ ജാറിലേക്ക് കഴുകിയ മല്ലിയില, പുതിനയുടെ ഇല ചേർക്കുക. അത് രണ്ടും കൂടി ചേർത്ത് ഒരു കൈപ്പിടി അളവിലാണ്. അതുപോലെ ഈ സെയിം ജാറിലേക്ക് തന്നെ പഴുത്ത ഒരു നാരങ്ങ, അതിൻ്റെ കുറച്ച് നീര് ഇതിലേക്ക് ഒഴിക്കുക. ചിക്കൻ നന്നായി കഴുകിയതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി പുരട്ടി വയ്ക്കുക. തുടർന്ന് നേരത്തെ അരച്ചു വെച്ച ആ മിശ്രിതം ചിക്കനിലേക്ക് ഒഴിച്ച് നന്നായി പുരട്ടി വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കണം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കണം. നന്നായി ഇളക്കി എല്ലാ മസാലകൾ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമുക്ക് ഇതിലേക്കുള്ള ഗരം മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് കുരുമുളക്, അതുപോലെ പട്ട, ഗ്രാമ്പൂ, തക്കോലം ഇവയെല്ലാം ചേർത്ത്, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകവും കുറച്ച് സാദാ ജീരകവും ഇതിൽ ചേർക്കണം. നന്നായി നല്ല മണം വരുന്നത് വരെ ഇതിന് റോസ്റ്റ് ചെയ്യണം. ഏലക്കായ വേണ്ടവർക്ക് ഇടാം. ഞാൻ ഏലക്കായയുടെ മണം എനിക്ക് ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ അത് ഇട്ടിട്ടില്ല. അപ്പോൾ വേണ്ടവർക്ക് അതെല്ലാം ചേർക്കാം. ഞാൻ ഹോം മെയ്ഡ് ഗരം മസാല ആയിക്കോട്ടെ ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. പാക്കറ്റ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാൻ കുഴപ്പമില്ല. ഇത് ചൂടാറിയതിന് ശേഷം ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് അതിനെ പൗഡറാക്കുക. ഗരം മസാലപ്പൊടി ചിക്കനിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തുടർന്ന് മസാല പുരട്ടി വെച്ച ചിക്കൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 4 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്ത് അതിനെ കുക്കറിലിട്ട് വേവിക്കുക. 1 വിസിൽ മാത്രം കൊടുത്താൽ മതിയാകും. ഒന്നിലധികം വിസിൽ കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ വെന്തുടയാൻ സാധ്യതയുണ്ട്. ചിക്കൻ വെന്തതിനു ശേഷം എയർ ഫ്രയറിൽ ചിക്കൻ 15 മിനിറ്റ് ഒരു സൈഡും 15 മിനിറ്റ് മറു സൈഡും എന്നീ രീതിയിൽ ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ചിക്കൻ വേവിക്കുമ്പോൾ ബാക്കി വന്ന വെള്ളം ഒരു പാത്രത്തിലിട്ട് നന്നായി തിളപ്പിച്ച് വറ്റിക്കണം. വറ്റാറാകുമ്പോൾ ഈ എയർ ഫ്രയറിൽ നിന്നുള്ള ചിക്കൻ എടുത്ത് അതിലേക്ക് ഇടുകയും വേണം. ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞ് ഇതിലേക്കിടുക. ടൊമാറ്റോ സോസും ആവശ്യത്തിന് ചേർത്ത് നന്നായി ഇളക്കുക. ഇളക്കിയതിനു ശേഷം 10-15 അണ്ടിപ്പരിപ്പ് കുതിർത്തിയത് നന്നായി അരച്ച് ആ പേസ്റ്റ് ഈ ചിക്കനിലേക്ക് ഇടുക. നന്നായി ഇളക്കി വറ്റിച്ചതിന് ശേഷം നമുക്ക് ചൂടോടെ വിളമ്പാവുന്നതാണ്.